ശരി മക്കളെ, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം. ഓക്കെ, മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറിയ ചില വലിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ അകത്ത് ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ഏർലി സ്ട്രഗിൾസ് ലെഡ് ബൈ ഗാന്ധി. ഏർലി സ്ട്രഗിൾസ് ലെഡ് ബൈ ഗാന്ധി. ഗാന്ധിജി നമുക്കറിയാം ഇന്ത്യയിൽ ജനിച്ചെങ്കിലും ഇടക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി അവിടെ നിന്നും തിരിച്ചു വന്ന ഗാന്ധിജി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള തുടക്കത്തിലെ സമരങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ ഇവിടെ പഠിച്ചു പോകുന്നത്. ഓക്കെ, അതിന്റെ അകത്ത് 3 സമരങ്ങളാണ് നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത്. ഒന്നാമത്തെ സമരത്തിന്റെ പേര് 1917 ആദ്യ സമരം ലഡ് ചെയ്യുന്നു. അതിന്റെ പേരാണ് ചമ്പാരൻ സത്യാഗ്രഹ. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹ. രണ്ടാമത്തെ സമരമാണ് ഖേദ മൂവ്മെന്റ്. രണ്ടാമത്തെ സമരം ഏതാണ്? ഖേദ മൂവ്മെന്റ്. ഖേദ മൂവ്മെന്റ് ആയാലും അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആയാലും രണ്ടും നടക്കുന്നത് ഒരേ വർഷമാണ്. അതുകൊണ്ട് ഒരുമിച്ച് പഠിച്ചാൽ മതി. 1980. ഓക്കെ, 1918 രണ്ട് സമരങ്ങൾക്ക് ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്നു. ഒന്ന് ഖേദ മൂവ്മെന്റ്, മറ്റൊന്ന് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. ഓക്കെയാണോ? 3 സമരങ്ങളുടെ പേര് പഠിച്ചോ? കൃത്യമായി പഠിക്കണം. ഇത് ചോദിക്കാറുണ്ട്. ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഓർഡറിൽ പഠിച്ചു പോകണം. കൃത്യമായിരിക്കണം. ഇവിടെ പഠിച്ച് തീർത്തിരിക്കണം. ഓക്കെ, ഇതിന്റെ അകത്ത് ഒന്നാമത്തതാണ് ചമ്പാരൻ മൂവ്മെന്റ്. ചമ്പാരൻ മൂവ്മെന്റ് നടന്ന സ്ഥലം പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ്. ഇത് എവിടെയാണ് നടന്നത്? ചമ്പാരൻ മൂവ്മെന്റ് നടന്നത് എവിടെ? ബീഹാറിൽ. എവിടെയാണ്? ബീഹാറിൽ. ഇന്ത്യയിൽ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടന്ന പ്രധാനപ്പെട്ട ഗാന്ധിജി നയിച്ച സമരമാണ് എന്ന് പറയുന്നത് ചമ്പാരൻ മൂവ്മെന്റ്. ഓക്കെയാണോ? ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയുടെ പേരാണ് എന്ന് പറയുന്നത് ചമ്പാരൻ. ഏതാണ്? ചമ്പാരൻ. അപ്പൊ നടന്ന സ്ഥലം പഠിച്ചു. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ചമ്പാരൻ ബീഹാർ. ചമ്പാരൻ ബീഹാർ. ഓക്കെയാണ്. ദെൻ അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ അടുത്തതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഗാന്ധി ഇന്റർവൈൻഡ് ഇൻ ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ്. ഈ പറയുന്ന ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ഫേസ് ചെയ്ത ചില പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. ഓക്കെ, ഈ ഇടപെടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചമ്പാരൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇടപെടാൻ വേണ്ടിയിട്ട് ഗാന്ധിജിക്ക് കാരണക്കാരായ ഒരു വ്യക്തിയുണ്ട്. ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം രാജ്കുമാർ ശുക്ല. ഏതാണ്? രാജ്കുമാർ ശുക്ല. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് അത് പറയും. ഹി വാസ് പെർസ്യൂഡഡ് ബൈ ഗാന്ധിജി. ഓക്കെ, ഹി വാസ് പെർസ്യൂഡഡ് ബൈ രാജ്കുമാർ ശുക്ല. ആരാണ്? രാജ്കുമാർ ശുക്ല. ഇതിന് എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്തായിരുന്നു കാരണം? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ബൈ യൂറോപ്യൻ പ്ലാന്റേഴ്സ്. യൂറോപ്യൻ പ്ലാന്റേഴ്സിൽ നിന്നും നേരിട്ടിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണമാണ് എന്തിന് കാരണമായത്? ഈ പറയുന്ന ചമ്പാരൻ മൂവ്മെന്റിലേക്ക് ഗാന്ധിജിയെ നയിച്ചത്. ഇതിന്റെ അകത്ത് ഗാന്ധിജി ഇടപെട്ടതിന് ശേഷം എന്തായാലും ഉറപ്പായും ഗാന്ധിജി ഇടപെട്ട റിസൾട്ട് ഉണ്ടാവും. ഉറപ്പാണ് കേട്ടോ. അപ്പൊ ആ റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ appointed a committee, Gandhiji as a member. Okay, ഏകദേശം എല്ലാ പ്രശ്നങ്ങളും ഇതോടെ സോൾവ് ചെയ്യാൻ ഗാന്ധിജി കഴിഞ്ഞു എന്നുള്ളതോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ഇത്രയും പോയിന്റുകൾ ചേർത്താൽ ചമ്പാരൻ സത്യാഗ്രഹ സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. ഓക്കെ, അവിടെ നോക്കുമ്പോൾ വർഷം പഠിക്കണം. 1918 നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇനി പ്ലേസ് ആണേ പറയണ്ടേ? എവിടെയാണ് സ്ഥലം എന്നാണേ പറയണ്ടേ? അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് നടന്നത് എവിടെയായിരിക്കും? അഹമ്മദാബാദിൽ തന്നെയായിരിക്കും. സംശയമുണ്ടോ? അഹമ്മദാബാദിൽ തന്നെയായിരിക്കും. പക്ഷെ ഒരു സംസ്ഥാനം കൂടി ഉണ്ടാവണമല്ലോ. ആ സംസ്ഥാനത്തിന്റെ പേര് പറയണം ഗുജറാത്ത്. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്ത്. എവിടെയാണ്? ഗുജറാത്ത്. ക്ലിയർ ആണല്ലോ? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന പ്രധാനപ്പെട്ട സമരമാണ് ഏതെന്ന് പറയുന്നത്? അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. ക്ലിയർ ആണ്? സംശയമുണ്ടോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് റീസൺ ആണ്. എന്താണ് മക്കളെ റീസൺ? റീസൺ ഓർത്തു വെച്ചേക്കണം. ഡിമാൻഡ് ഫോർ വേജ് ഇൻക്രീസ് ഫോർ ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ്. ക്ലിയർ ആണ്? സംശയമുണ്ടോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ് റീസൺ? റീസൺ പറയണം. ഡിമാൻഡ് ഫോർ വേജ് ഇൻക്രീസ് ആർക്ക് വേണ്ടിയിട്ട്? ഫോർ ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിന്റെ അകത്ത് ഗാന്ധിജി പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സ്ട്രഗിൾ മെത്തേഡ് സ്വീകരിച്ചു. ഇതുവരെ ഉണ്ടായത് സത്യാഗ്രഹ എന്ന് പറയുന്നത് തന്റെ സ്വന്തം ആശയമാണെങ്കിലും ഇതിന്റെ അകത്ത് വ്യത്യസ്തമായിട്ട് ഗാന്ധിജി ഒരാശയം കൂടി ഉപയോഗിച്ചു. അതിന്റെ പേരാണ് ഫാസ്റ്റിംഗ്. എന്താണ്? ഫാസ്റ്റിംഗ്. ഓക്കെ, ഗാന്ധിജി വെന്റ് ഓൺ എ ഫാസ്റ്റ്. മൂന്നാമത്തെ പോയിന്റ് ഗാന്ധിജി വെന്റ് ഓൺ എ ഫാസ്റ്റ്. നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സമരമാണ് ഗാന്ധിജി ഏതെന്ന് പറയുന്നത്
അഹമ്മദാബാദ് മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ദെൻ നെക്സ്റ്റ് ഇതിനും ഒരു റിസൾട്ട് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ സമരം നടത്തിയേ? വേജ് ഇൻക്രീസിന് വേണ്ടിയിട്ടല്ലേ? സ്വാഭാവികമായിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കണം? വേജ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. വേജ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. വർക്കേഴ്സ് വേജസ് വെയർ ഇൻക്രീസ്ഡ്. വർക്കേഴ്സ് വേജസ് വെയർ ഇൻക്രീസ്ഡ്. ആൻസർ ക്ലിയർ. ഓക്കെ ആണല്ലോ? ക്ലിയർ. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് 1980. അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗാന്ധിജി went on fast. ഓക്കെ ക്ലിയർ. എല്ലാ പോയിന്റും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ശരി. മൂന്നാമത്തെ മൂവ്മെന്റ് പഠിച്ചോ. ഖേദ സത്യാഗ്രഹ. ഏതാണ്? ഖേദ സത്യാഗ്രഹ. വർഷം 1980, 1918 തന്നെ. ഗുജറാത്തിലെ ഖേദയിൽ നടക്കുന്നു. എവിടെ നടക്കുന്നു? ഗുജറാത്തിലെ ഖേദയിൽ. ഓക്കെ ആണല്ലോ? ദെൻ ഇതിന് ഒരു റീസൺ ഉണ്ടാവും. ഏതൊരു സമരത്തിനും റീസൺ ഉണ്ടാവും. ഇവിടെയും റീസൺ ഉണ്ട്. എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. കൾട്ടിവേറ്റേഴ്സ് unable to pay tax. എന്താണ്? ടാക്സ്. എന്തുകൊണ്ട്? ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. കാരണം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ടാക്സ് അടയ്ക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. അതുകൊണ്ട് അവർ എന്ത് ഡിമാൻഡ് ചെയ്തു മക്കളെ? They demanded tax revision. ക്ലിയർ ആണ്? സംശയമുണ്ടോ? റീസൺ ഓക്കെ ആണോ? ഓക്കെ പഠിച്ചോളൂ. എന്താണ് റീസൺ എന്ന് ഒന്നുകൂടി പറയുന്നു. കൾട്ടിവേറ്റേഴ്സ് unable to pay tax due to natural calamities. They demanded tax remission. Clear. സംശയമുണ്ടോ? ഇല്ല. എന്റെ കൂടെ ഇപ്പോ പഠിച്ചു പോകണം. ഇനി നമുക്ക് സമയമില്ല. ഇത് കഴിഞ്ഞ അടുത്ത നമ്മൾ എക്സാം ഹാളിലേക്ക് പോവുകയാണ്. അവിടെ ഇത് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? ദെൻ ഇതിന്റെ ഭാഗമായിട്ട് അടുത്തതായി നമ്മൾ പഠിക്കേണ്ടത് ഇവിടുത്തെ സ്ട്രഗിൾ മെത്തേഡ് ആണ്. ഗാന്ധിജി എന്ത് ചെയ്തു? ആദ്യത്തെ സമരത്തിന്റെ അകത്ത് ഗാന്ധിജി സത്യാഗ്രഹം നടത്തി. രണ്ടാമത്തിന്റെ അകത്ത് ഫാസ്റ്റിംഗ് നടത്തി. ഇവിടെ ഗാന്ധിജി എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. ഇവിടെ ഈ പറയുന്ന ഗ്രാമാന്തരങ്ങളിലൂടെയൊക്കെ ഗാന്ധിജി എന്ത് ചെയ്യാൻ തുടങ്ങി? സഞ്ചരിക്കാൻ തുടങ്ങി. ഗാന്ധിജി ട്രാവൽഡ് വില്ലേജസ് ആൻഡ് എൻകറേജ്ഡ് peasants. ഓക്കെ ഈ പറയുന്ന കർഷകർ സാധാരണപ്പെട്ട കർഷകരാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ സമരത്തിന്റെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. അപ്പൊ ആ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവരെ എൻകറേജ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഗാന്ധിജിയോടൊപ്പം സമരത്തിന്റെ ഭാഗമാക്കി. ക്ലിയർ ആണല്ലോ? ശരി. ദെൻ ഇതിന് ഒരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ ദെൻ ലാസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കുന്നു. റിസൾട്ട് എന്താണ്? ഇതിന്റെ റിസൾട്ട് ഗവൺമെന്റ് ഗ്രാൻഡഡ് ടാക്സ് റിവിഷൻ. ഓക്കെ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഗവൺമെന്റ് ഗ്രാൻഡഡ് ടാക്സ് റിവിഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഓക്കെ അപ്പൊ ഖേദ സത്യാഗ്രഹം ഒന്നുകൂടി പറയുന്നു. ഖേദ സത്യാഗ്രഹ 1980 ഗുജറാത്തിലെ ഖേദ എന്ന് പറയുന്ന പ്രദേശം. കൾട്ടിവേറ്റേഴ്സ് unable to pay tax due to natural calamities. They demanded tax revision. Gandhi traveled villages and encouraged peasants. ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗ്രാൻഡഡ് ടാക്സ് റിവിഷൻ. ഇത്രയേ ഉള്ളൂ. എന്ത് കഴിഞ്ഞു? ഖേദ സത്യാഗ്രഹം കഴിഞ്ഞു. ഓക്കെയാണ്? ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. പഠിച്ചെന്ന് ഞാൻ ഉറപ്പുവരുത്തുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ മകളെ, ഇനി ഇതിന്റെ ഭാഗമായി നമ്മൾ 3 ഏർലി സ്ട്രഗിൾസ് ഗാന്ധിജിയുടെ പഠിച്ചു. ഇനി അതിനുശേഷം ഗാന്ധിജി ഇതോടുകൂടി വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ നേതാവായിട്ട് മാറുകയാണ്. ഗാന്ധിജിക്ക് പിന്നിലായിട്ട് നിരവധിയായിട്ടുള്ള ഇന്ത്യൻ ജനത അണിനിരക്കുകയാണ്. ഓക്കെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ ഇന്ത്യയിൽ ആകമാനം ഉണ്ടാകുന്നു. അതിന്റെ അകത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ഒരു കരി നിയമം എന്ന് നമ്മൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളും പറയുന്നു കരി നിയമം. ഓക്കെ ആ കരി നിയമം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം റൗലറ്റ് ആക്ട് എന്നാണ്. എന്താണ് റൗലറ്റ് ആക്ട്? 1990ലാണ് 1919. ഓക്കെ എന്താണ് 1919 ഒരു നിയമം കൊണ്ടുവരുന്നു റൗലറ്റ് ആക്ട്. ഓക്കെ ഇതിന്റെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം എനിവൺ കുഡ് ബി അറസ്റ്റഡ് വിത്തൗട്ട് വാറന്റ് ഇല്ലാതെ ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? എനിവൺ കുഡ് ബി അറസ്റ്റഡ് വിത്തൗട്ട് എ വാറന്റ്. ഓക്കെ ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ
രണ്ടാമത്തത് എനിവൺ കുഡ് ബി സെയിം തന്നെ, മാറ്റമൊന്നുമില്ല. എനിവൺ കുഡ് ബി ജയിൽഡ്, എന്ത് ചെയ്യാം, ജയിലിടാം. ഓക്കെ, ജയിൽഡ് വിത്തൗട്ട് ട്രയൽ, ഒരു ട്രയലും വേണ്ട, ഒരു വിചാരണയും വേണ്ട. വിചാരണയില്ലാതെ ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യാം, ജയിലിലടയ്ക്കാം. ഓക്കെ, രണ്ട് കാരണങ്ങൾ. ഈ നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഗാന്ധിജി നയിക്കുന്നു. ഈ കാലത്താണ് ഖിലാഫത്ത് മൂവ്മെന്റ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ആ ഖിലാഫത്ത് മൂവ്മെന്റിന്റെയും അതേപോലെ ഗാന്ധി നേതൃത്വം നൽകുന്ന INC-യുടെയും നേതൃത്വത്തിൽ വലിയൊരു സമരം ഇവിടെ നടക്കുകയാണ്. ഏത് വർഷമാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1920-ലാണ്. ഓക്കെ, 1920-ലാണ്. ഓക്കെ, ഈ മൂവ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇത് essay അടക്കം ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരുന്നതാണ്. ഓക്കെ, അതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഏതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? ക്ലിയർ ആണോ മക്കളെ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിച്ചോണം, എക്സാമിന് ചോദിക്കുന്നതാണ്, ഉറപ്പായും വരുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, വലിയ മാർക്കിന് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്. ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മലയാളത്തിൽ നമ്മൾ പറയും നിസ്സഹകരണ സമരം എന്ന് പറയും. എന്തെന്ന് പറയും? നിസ്സഹകരണ സമരം. സഹകരണം ഇല്ലാതിരിക്കുക. ആരോടാ സഹകരിക്കാതിരിക്കുന്നത്? ബ്രിട്ടീഷുകാരോട്. ഓക്കെ, ആരോടാണ്? ബ്രിട്ടീഷുകാരോട്. ഓക്കെ, ദെൻ നോക്കിക്കോ, ഒന്നാമത്തെ പോയിന്റ് എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് launched under the joint leadership of ആരുടെയൊക്കെ ജോയിന്റ് ലീഡർഷിപ്പ് ആണ് മക്കളെ? ഓർത്തു വെച്ചേക്കണം. ഖിലാഫത്ത് മൂവ്മെന്റ് ആൻഡ് ഖിലാഫത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെന്റ് ആൻഡ് ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, നോക്കിക്കോ, അപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അതുകൊണ്ട് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. The non-cooperation movement was launched under the joint leadership of the Khilafat Committee and the Indian National Congress. The Khilafat Committee and Indian National Congress. ക്ലിയർ ആണോ? INC-യും ഖിലാഫത്ത് മൂവ്മെന്റും ചേർന്ന് നടത്തിയ വലിയ ഒരു സമരമായിരുന്നു. ആദ്യ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ബഹുജന സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി ഇതിന്റെ മെത്തേഡ്സ് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്സിന്റെ മെത്തേഡ്. ഓക്കെ ആണോ? ഇപ്പോ ടെക്സ്റ്റിന്റെ അകത്ത് നമുക്ക് പോയിന്റ് ആയിട്ടാ തന്നെ, അതുപോലെ നമ്മൾ ഇപ്പൊ അത് പഠിച്ചു പോവാം. ഓക്കെ ആണല്ലോ? ശരി. ഓക്കെ, the methods of non-cooperation movement. ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെച്ചേക്കണം, retaining titles of honors granted by the British government. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചോ, വീണ്ടും പറഞ്ഞു പഠിച്ചോ. നോക്കിക്കോ, retaining titles of എന്റെ കൂടെ പറഞ്ഞു, retaining the titles of honors. ഓക്കെ, ആര് നൽകിയത്? granted by the British government. ക്ലിയർ ആണ്? retaining titles of honors. ആര് ഗ്രാൻഡ് ചെയ്തത്? granted by ആര്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. ക്ലിയർ ആണ്? സംശയമുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ്സ്. അടുത്ത എന്താണ് മക്കളെ? റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ്സ്. റിസൈൻ ചെയ്ത് എന്തായിരിക്കും? ജോബ് ആയിരിക്കില്ലേ? ഇവിടെ ഒന്നുകൂടി ഒരു ചെറിയ വേർഡ് കൂടി ഓർത്ത് വെച്ചാൽ മതി, ഗവൺമെന്റ് ജോബ്സ്. ഓക്കെ, എന്താണ് ഗവൺമെന്റ് ജോബ്സ്? റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ്സ്. ക്ലിയർ ആണ്? സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ നോക്കിക്കോ, മൂന്നാമത്തത് അഡ്വക്കേറ്റ്സ്. എന്താണ് അഡ്വക്കേറ്റ്സ്? ഈ പറയുന്ന വക്കീലന്മാർ ഇല്ലേ, ഈ പറയുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള വക്കീലന്മാർ എന്ത് ചെയ്തു കാണും? അവരെന്തായിരിക്കും ബോയ്കോട്ട് ചെയ്യുക? കോടതികളായിരിക്കും, ബ്രിട്ടീഷ് കോർട്സ്. എന്താണ്? ബ്രിട്ടീഷ് കോർട്സ്. ഓക്കെ ആണല്ലോ? അഡ്വക്കേറ്റ്സ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് കോർട്സ്. ഓക്കെ, അടുത്ത നമ്മൾ വരുന്നു സ്റ്റുഡൻസ്. ആരാണ്? സ്റ്റുഡൻസ്. ഓക്കെ, സ്റ്റുഡൻസ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് റൺ സ്കൂൾസ്. എന്താണ്? സ്റ്റുഡൻസ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് റൺ സ്കൂൾസ്. ക്ലിയർ ആണ്? സംശയമുണ്ടോ? ഒന്നുകൂടി പറയണം, ഈ 4 പോയിന്റ് ഒരുമിച്ച് പറയാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് റിട്ടേണിംഗ് ടൈറ്റിൽസ് ഓഫ് ഹോണേഴ്സ് ഗ്രാൻഡഡ് ബൈ the British ഗവൺമെന്റ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്ത് ചെയ്തു? റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ്സ്. ഓക്കെ, മൂന്നാമത്തത് അഡ്വക്കേറ്റ്സ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് കോർട്സ്. എന്താണ്? ബ്രിട്ടീഷ് കോർട്സ്. ഓക്കെ, ബ്രിട്ടീഷ് കോടതികൾ എന്ത് ചെയ്തു? അഡ്വക്കേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിൽ ബഹിഷ്കരിക്കുന്നു. ബോയ്കോട്ട് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കുക എന്നാണ് അർത്ഥം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് സ്റ്റുഡൻസ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് റൺ സ്കൂൾ. സ്റ്റുഡൻസ് ബോയ്കോട്ടിംഗ്
കോട്ടിംഗ് ബ്രിട്ടീഷ് റൺ സ്കൂൾസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബോയ്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്. ബോയ്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്. ഓക്കെ ആണോ? ഓക്കെ നെക്സ്റ്റ് ബോയ്കോട്ടിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ ഒന്നുകൂടി പറയുന്നു. The methods of non-cooperation movement. The methods of non-cooperation movement. Okay, ഒന്നാമത്തെ method returning titles of honors granted by the British government. Okay, ഒന്നാമത്തേതായിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മെത്തേഡ്സ് ചോദിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. എസ്സേ അടക്കം ചോദിക്കും, വലിയ മാർക്കിന് ചോദിക്കുന്ന. ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രേഡ് അങ്ങ് മാറും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, the methods of non-cooperation movement. First one ഏതാ? ഫസ്റ്റ് വൺ retaining titles of honors granted by the British government. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള വലിയ പ്രധാനപ്പെട്ടതായിട്ടുള്ള പദവികൾ എന്ത് ചെയ്യപ്പെടുന്നു? ഈ പറയുന്ന രീതിയിൽ തിരികെ നൽകുന്നു. നെക്സ്റ്റ് റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ്സ്. ഗവൺമെന്റ് ജോലികൾ രാജിവെക്കുന്നു. ഗവൺമെന്റ് ജോലികൾ എന്ത് ചെയ്യപ്പെടുന്നു? രാജിവെക്കപ്പെടുന്നു. അഡ്വക്കേറ്റ്സ്. അടുത്തതാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കറുത്ത കോട്ടൊക്കെ ഇട്ട് വരുന്ന വക്കീലന്മാർ. ഈ വക്കീലന്മാർ എന്ത് ചെയ്തു? നോക്കിക്കോ. അഡ്വക്കേറ്റ്സ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് കോർട്സ്. ഇനി നമ്മളിലേക്ക് എത്തുന്നു. സ്റ്റുഡൻസ് എന്ത് ചെയ്ത് കാണും? എന്തായിരിക്കും ബോയ്കോട്ട് ചെയ്യുന്നത്? സ്കൂളായിരിക്കുമല്ലോ. ആര് റൺ ചെയ്ത സ്കൂള്? ബ്രിട്ടീഷുകാർ റൺ ചെയ്ത സ്കൂള്. സ്റ്റുഡൻസ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് റൺ സ്കൂൾസ്. എന്താണ്? സ്റ്റുഡൻസ് ബോയ്കോട്ടിംഗ് ബ്രിട്ടീഷ് റൺ സ്കൂൾസ്. ഓക്കെ, ക്ലിയർ ആണ്? സംശയമുണ്ടോ? ഒന്നുകൂടി പറയണം? വീണ്ടും പറയണം? വേണ്ട, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. നിങ്ങൾ എന്റെ കൂടെ പഠിക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കോ. അടുത്ത പ്രധാനപ്പെട്ട മെത്തേഡ് ബോയ്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്. ഓക്കെ, വളരെ സിമ്പിളാ. ബോയ്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്. വിദേശ സാധനങ്ങൾ ബഹിഷ്കരിച്ചു. വിദേശ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ബഹിഷ്കരിക്കുന്നു. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് വൺ ആണ് ബോയ്കോട്ടിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഭരണ നിയമ നിർമ്മാണ സഭകളുണ്ട് അല്ലേ? ഈ പറയുന്ന രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭകളാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. നമുക്കറിയാം, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ എന്ത് ചെയ്തു? ഈ നിയമസഭ എന്ത് ചെയ്യപ്പെടുന്നു? ബഹിഷ്കരിക്കപ്പെടുന്നു. ക്ലിയർ ആണോ? മെത്തേഡ്സ് പഠിച്ചോ? വളരെ ഇമ്പോർട്ടന്റ് ആ, ഓർത്തു വെച്ചോ. എക്സാമിന് ചോദിക്കുന്നതാ. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഒന്നുകൂടി പറയണോ? വേണ്ടല്ലോ? കൃത്യമല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാ മെത്തേഡ്സും ഉണ്ടെന്ന് ഞാൻ കരുതിയാണ്. ഓക്കെ, ശരി. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലൂടെ അവസാനം നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ റിസൾട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇമ്പാക്ട് എന്താണ് എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ദ മൂവ്മെന്റ് ഗെയിൻഡ് പോപ്പുലാരിറ്റി ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഗ്രാമീണ നാഗരിക പ്രദേശങ്ങളിൽ ഒരേ സമയം ഒരേപോലെ കൃത്യമായിട്ട് ഈ പറയുന്ന ഇന്ത്യയുടെ നാഷണലിസം, ദേശീയത എന്ന ആശയം പ്രചരിപ്പിക്കാൻ സാധ്യമായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റിസൾട്ട്. ഓക്കെ, ഇത് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിങ്ങൾ എസ് നോക്കുമ്പോൾ അതിന്റെ അകത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കാണും. അപ്പോൾ സ്റ്റാലിൻ സർ പറഞ്ഞതല്ലേ, ഓർത്ത് വെച്ചേക്കണം. പഠിച്ചതാണ് എന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അങ്ങ് എഴുതിയേക്കണം. ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ എനിക്ക് വന്നേക്കണം കേട്ടോ. ഓക്കെ, ഇത് എനിക്ക് തരുന്ന വാക്കാണ്. നമുക്ക് ഒരുമിച്ച് ഈ മാർക്ക് നേടാം. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ ഇത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ കൃത്യമായിട്ട് അടുത്ത ടോപ്പിക്ക് പഠിക്കും. എന്നോടൊപ്പം ഒരു വലിയ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ ആണല്ലോ? ഇതിന്റെ അകത്ത് നമുക്ക് വിജയത്തിൽ കുറഞ്ഞ ഒന്നുമില്ല. വിജയം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ വിജയം നേടാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ വീണ്ടും കാണും വരെ വണക്കം.